നമസ്കാരം. ഓട്ടോമാറ്റിക് കാറുകളെന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിന് മുമ്പ് വളരെ കോസ്റ്റ് കൂടിയ കാറുകളാണ്. അത്തരം കാറുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ആളുകൾ വിചാരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത് ശരിയാണ്, നമ്മൾ ജസ്റ്റ് ആക്സിലേറ്റർ മാത്രം കൊടുത്താൽ മതി, പിന്നെ നിർത്തേണ്ട സമയത്ത് അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുന്ന സമയത്തൊക്കെ ബ്രേക്ക് കൊടുക്കുക, ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് വളരെ റിലാക്സ് ആയിട്ടിരിക്കാം. പലപ്പോഴും വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ഈ ആദ്യം ഓടിച്ച് പഠിക്കുന്ന സമയത്തും പിന്നെ പഠിച്ചതിന് ശേഷം ഒന്ന് കൈ തെളിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ഈ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. ഇപ്പോൾ നമ്മളൊരു ബ്ലോക്കിലൊക്കെ ചെല്ലുകയാണ്, അതല്ല ഒരു സിഗ്നലിലൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫസ്റ്റിലിട്ടിട്ട് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി പെട്ടെന്ന് അങ്ങ് ഓഫായി പോകുന്ന ഒരു പേടി ആദ്യ കാലഘട്ടങ്ങളിൽ മിക്കവാറും എല്ലാ ആൾക്കാർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ആളുകൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമുക്കൊരു ഓട്ടോമാറ്റിക് കാറാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അങ്ങ് ഓടിച്ചുകൊണ്ട് പോകാം, ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ടിലോട്ട് പൊക്കോളും, ഈ ഓഫായി പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഓട്ടോമാറ്റിക് കാറുകൾക്ക് വളരെയധികം വില കൂടുതലാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ആളുകളെ അതിൽ നിന്നൊക്കെ അകറ്റി നിർത്തിയിട്ടുള്ള കാര്യം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെയും മാരുതി വിജയിച്ചു എന്നുള്ളതാണ്. കൂടുതൽ ജനപ്രിയമാക്കാനായിട്ട്, ഓട്ടോമാറ്റിക് കാറുകളെ കൂടുതൽ ജനപ്രിയമാക്കാനായിട്ട് മാരുതിയുടെ AGS ട്രാൻസ്മിഷന് കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ AGS എന്ന് പറയുന്നത് ഒരു AMT ആണ്, ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു AMT ട്രാൻസ്മിഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ അബ്രിവേറ്റഡ് ഫോമിൽ അങ്ങനെ വിളിക്കുന്ന, യഥാർത്ഥത്തിൽ ഒരു മാനുവൽ ഗിയർ ബോക്സിനെ ഒരു ആക്ച്വേറ്റർ വെച്ചിട്ട് ഒരു ഫോൾസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു സ്വീഡോ ഗിയർ ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം എന്നൊക്കെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. എന്ത് തന്നെ പറഞ്ഞാലും സാധാരണക്കാർക്ക്, എക്സ്പെഷ്യലി ലേഡീസിനൊക്കെ അഫോർഡബിൾ റേഞ്ചിൽ ഒരു ഓട്ടോമാറ്റിക് കാർ എന്ന് പറയുന്ന സങ്കല്പം ഈ AGS ട്രാൻസ്മിഷൻ സാക്ഷാത്കരിച്ചു എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരം AMT ട്രാൻസ്മിഷന് വരുന്ന പ്രധാനപ്പെട്ട ചില പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ്. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന AMT ട്രാൻസ്മിഷൻ, ആദ്യമേ തന്നെ പറയട്ടെ, ഇത് യഥാർത്ഥത്തിൽ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അല്ല. അതിന് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമെന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഒരു ഓട്ടോമാറ്റിക് കാറിൽ, അതിപ്പോൾ CVT ആയിക്കോട്ടെ, DCT ആയിക്കോട്ടെ, ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനെയുള്ളൊരു ട്രാൻസ്മിഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് റിവേഴ്സ്, അതുപോലെ തന്നെ പാർക്ക്, ന്യൂട്രൽ, ഡ്രൈവ് മോഡ്, അങ്ങനെയുള്ള സിമ്പിൾസൊക്കെ നമുക്ക് കാണാം. അതായത് അതിന് സ്പെസിഫിക്കലി ഒരു പാർക്ക് മോഡ് ഉണ്ട് എന്നുള്ളതാണ്. AMT ട്രാൻസ്മിഷനിൽ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ കാണില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, നമ്മൾ വാഹനം വാങ്ങാൻ പോകുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ ഒരു ആഹ്ലാദത്തിൽ ഇതൊന്നും ശ്രദ്ധിക്കില്ല. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പണ്ട് എവിടെയോ കണ്ട, അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ കണ്ട ഏതോ ഒരു വാഹനം, അത് CVT വാഹനമാണ്, അതിനകത്ത് P എന്ന് പറയുന്നൊരു മോഡുണ്ട്, അത് പാർക്ക് മോഡാണ്. അത് നമ്മുടെ വാഹനത്തിലില്ല. നമ്മുടെ വാഹനത്തിലാകെ ന്യൂട്രലുണ്ട്, ഡ്രൈവ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, പിന്നെ തൊട്ടിപ്പുറത്ത് പ്ലസും മൈനസും ഉണ്ട്. അതാണ് പ്രധാനമായിട്ടും നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം. ഈ വാഹനം എന്ന് പറയുന്നത് മാനുവൽ ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സിനെ ഒരു മെഷീൻ, അതായത് ഒരു ആക്ച്വേറ്റർ വെച്ചിട്ട് അതിനെ ഓട്ടോമാറ്റിക് ആക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാർക്ക് മോഡ് എന്തിനാണ്? ഒരു ഓട്ടോമാറ്റിക് വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ ഒരു പാർക്ക് മോഡ് ഇല്ലാത്ത AMT വാഹനം എങ്ങനെയാണെന്ന് പാർക്ക് ചെയ്യുക? അതായത് സൂക്ഷിച്ച് ഈ വാഹനം പാർക്ക് ചെയ്തില്ലെങ്കിൽ, വാഹനം കറക്റ്റായിട്ട് ഗിയറിൽ വീണില്ലെന്നുണ്ടെങ്കിൽ, ഇനി ഹാൻഡ് ബ്രേക്കിൽ എന്തെങ്കിലും ഒരു റിലീസ് സംഭവിച്ചാൽ വാഹനം ഉരുണ്ടു പോകും, 100% ഉറപ്പാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ AMT ട്രാൻസ്മിഷന് വരുന്ന ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു AMT ട്രാൻസ്മിഷൻ വാഹനങ്ങൾ എങ്ങനെ പാർക്ക് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടും. നമ്മൾ ഈ കാര്യത്തിലേക്ക് വരാം. ഇപ്പം മാരുതിയുടെയൊക്കെ എക്സ്പെഷ്യലി നമുക്കൊരു ഉദാഹരണം എടുക്കാം. മാരുതിയുടെ വാഗണാർ എന്ന് പറയുന്നൊരു വാഹനം എടുക്കുകയാണ്. ഈ വാഗണാർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ AMT ട്രാൻസ്മിഷനിൽ, AMT എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് മാനുവൽ ഗിയർ ബോക്സിൻ്റെ കൂടെ ഒരു ആക്ച്വേറ്റർ വെച്ചു എന്നുള്ളൊരു ആംഗിളിലേ നിങ്ങൾ ചിന്തിക്കാവുള്ളൂ. അപ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ ആക്ച്വേറ്റർ സൈഡിൽ നിന്നും വളരെ നല്ല ലീക്കേജ് ഉണ്ടായിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളതൊരു സ്കാനർ ടൂളൊക്കെ വെച്ച് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും P0944 എന്ന് പറയുന്ന, അല്ലെങ്കിൽ PO944 എന്ന് പറയുന്ന ഒരു കോഡ് എറർ നിങ്ങൾക്കിങ്ങനെ കാണാൻ കഴിയും. അത് ഈ പ്രഷറിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ടെക്നിക്കൽ സൈഡിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വാഗണാർ എന്ന് പറയുന്ന വാഹനം അതിൻ്റെ ബോണറ്റ് തുറക്കുക, അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട്, ബോണറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ബാറ്ററി കാണാൻ കഴിയും. ആ ബാറ്ററി ഊരി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ആക്ച്വേറ്റർ കാണാൻ കഴിയും. ഞാനിപ്പോൾ കുറച്ച് പിക്ചേഴ്സ് കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് നല്ല രീതിക്ക് ലീക്കേജ് കാണും. അപ്പോൾ ആ ഒരു ലീക്കേജ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രലിലേക്ക് ഇടും.
ന്യൂട്രലിലേക്ക് ഇട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഡി മോഡിലേക്ക് ഇടുമ്പോഴത്തേക്കും ഈ ന്യൂട്രൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം ഗിയർ പ്രോപ്പറായിട്ട് ഡി മോഡ് അല്ലെങ്കിൽ ഡ്രൈവ് മോഡിലേക്ക് വീണിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത് നമ്മളതിനെ മാനുവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് തട്ടിയിട്ട് പ്ലസ് മൈനസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഈ എൻ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. എൻ ഫോർ ന്യൂട്രൽ. അപ്പോൾ ന്യൂട്രൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഗിയർ ഷിഫ്റ്റ് ആകുന്നില്ല. അത് ഈ പ്രഷറിൻ്റെ ഒരു ഇംബാലൻസ് കൊണ്ടാണ്. അതുമാത്രമല്ല ഈ ക്ലച്ച് റിലീസ് ബെയറിൻ്റെ ഒരു ഇഷ്യൂ ആണ്. ഇത് പ്രധാനമായിട്ടും കോമൺ ആയിട്ടും ഈ AMT ട്രാൻസ്മിഷനിൽ കാണുന്നുണ്ട്. അതായത് മാരുതിയുടെ AGS ട്രാൻസ്മിഷനിൽ കൂടുതലായിട്ട് ഇത് കാണുന്നുണ്ട്. ഇത്തരത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ആക്ച്വേറ്ററിന് അധിക ലോഡ് കൊടുത്തിട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് യഥാർത്ഥത്തിൽ നമ്മളിതിനെ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക് ആണെന്ന് കരുതി നല്ല രീതിക്ക് ഇതിനെക്കൊണ്ട് സ്ട്രെസ്സ് ചെയ്യിപ്പിക്കരുത് എന്നുള്ളതാണ്. അത് ഏത് ഓട്ടോമാറ്റിക് വാഹനം വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ഗിയർ ബോക്സിന് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കരുത് എന്നുള്ളതാണ്. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ എത്ര ആക്സിലറേറ്റർ കൊടുത്താലും വാഹനം കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യും ഇവിടെ ഏത് ഗിയർ വേണം എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് വാഹനം മുമ്പോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ആക്സിലറേറ്റർ നല്ല രീതിയിൽ കൊടുത്തു, വണ്ടി നല്ല രീതിയിൽ കിടന്ന് ഇരയ്ക്കും, പിന്നെയാണ് വണ്ടി ഇങ്ങനെ 1, 2, 3 ഏത് ഗിയറിലേക്ക് പോകണമെന്ന് അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ AMT ഓടിച്ച് നമ്മളിപ്പം അതുമായിട്ടങ്ങ് ശീലമായിട്ട് മാറും. പിന്നീട് നമുക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെ കാല് കൊടുക്കണം, എത്ര കിലോമീറ്ററിൽ ഓടിക്കണം. അത് മാത്രമല്ല, ഇപ്പോൾ പെട്ടെന്ന് സഡനായിട്ടൊരു വാഹനത്തെ ക്വിക്കായിട്ട് ഓവർടേക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇത് AMT കാറാണ്, AMTയുടെ റെസ്പോൺസ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെല്ലുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിക്ക് നിങ്ങൾ ഓടിക്കുക. അപ്പോൾ ആ ഒരു രീതിക്ക് ഓടിക്കുമ്പോൾ അത് കുറച്ചങ്ങ് ഓടിക്കുമ്പോഴത്തേക്കും നമ്മളത് മനസ്സിലാകും. ആദ്യ സമയത്തൊക്കെ നമ്മൾ ക്വിക്കായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഈ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും വണ്ടി പകുതി കയറിയിട്ട് ഇങ്ങനെ ഇരച്ച് നിൽക്കും. പിന്നെയാണ് അപ്പോഴത്തേക്കും ഓപ്പോസിറ്റുള്ള വണ്ടി ഇങ്ങ് വന്ന് കാണും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഡ്രൈവ് മോഡിലേക്ക് ഇട്ടിട്ട് സാധാരണഗതിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവ് മോഡിലാണല്ലോ. അപ്പോൾ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു ബ്ലോക്ക് വരികയാണ്, അല്ലെങ്കിൽ ഒരു സിഗ്നൽ വരികയാണ്. ആരും ഗിയർ ന്യൂട്രലിലേക്ക് തട്ടാറില്ല. എല്ലാവരും ഡ്രൈവ് മോഡിൽ വണ്ടി നിർത്തിയിട്ട് ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാഹനം ഡ്രൈവ് മോഡിലാണ്. വാഹനത്തിന് ഫ്രണ്ടിലേക്ക് പോകാനാണ് ടെൻഡൻസി. ആ ഒരു ടെൻഡൻസിയെ, അതായത് നമ്മൾ ഫ്രണ്ടിലേക്ക് ഓടാൻ താല്പര്യപ്പെട്ട് ഫ്രണ്ടിലേക്ക് ആക്സിലറേഷൻ കൊടുക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരാളുടെ ഷർട്ടിൽ പിടിച്ചിങ്ങനെ വലിച്ചു നിർത്തിയാൽ എന്ത് സംഭവിക്കും? അതുപോലെ തന്നെയാണ് വാഹനം ഫ്രണ്ടിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിക്കുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാഹനത്തിന് ഫ്രണ്ടിലേക്ക് പോകാനാണ് ടെൻഡൻസി, നമുക്ക് ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് വളരെ സ്ലോ ആയിട്ട് ഈ ഒരു വാഹനം കൊണ്ട് നിർത്തി ന്യൂട്രലിലേക്ക് ഇടുക, എന്നിട്ട് ബ്രേക്ക് ചവിട്ടി പിടിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇപ്പം സിഗ്നൽ നമുക്കറിയാം, അതിനകത്ത് ടൈമിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു 10 സെക്കൻഡിന് താഴത്തേക്ക് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഈ വാഹനത്തെ പതുക്കെ ഡ്രൈവ് മോഡിലേക്ക് ഇട്ടിട്ട് നമ്മൾ വാഹനം എടുത്തുകൊണ്ട് പോവുക. അല്ലാതെ ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു വാഹനത്തെ ഡി മോഡിലുള്ള വാഹനത്തെ ബ്രേക്ക് ചവിട്ടി പിടിച്ച് ആവശ്യമില്ലാത്ത സ്ട്രെസ്സ് കൊടുക്കുമ്പോഴത്തേക്കും ഇതെല്ലാം ചെന്ന് ബാധിക്കുന്നത് ഈ ആക്ച്വേറ്ററിനാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഗിയർ മാറുകയാണ്, അപ്പം ന്യൂട്രലിൽ നിന്നും ഡ്രൈവിലേക്ക് ഇടുക, റിവേഴ്സിലേക്ക് ഇടുക, അതെല്ലാം വളരെ പതുക്കെ ചെയ്യണം. നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് തട്ടിയിടരുത്. അങ്ങനെ വരുമ്പോഴൊക്കെ ഈ ഗിയറിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കൂടുതലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അൺവാണ്ടഡ് ആയിട്ട് റേസ് ചെയ്യിക്കുക, അതുമാത്രമല്ല വാഹനത്തെ റഫായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ്. തീർച്ചയായിട്ടും ഈ ഒരു AMT ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ലാഗുള്ള ട്രാൻസ്മിഷനൊക്കെ തന്നെയാണ്. എന്നാൽ പോലും അത്യാവശ്യം മൈലേജ് നൽകുന്നൊരു ട്രാൻസ്മിഷനാണ്. സാധാരണ ഇതിൽ DCT ആണെന്നുണ്ടെങ്കിലും AT ആണെന്നുണ്ടെങ്കിലും CVT ആണെങ്കിലും ട്രാൻസ്മിഷൻ ഇത്തരത്തിലാവുമ്പോഴത്തേക്കും മൈലേജ് കുറയും. ഇവിടെ സാധാരണക്കാരന് മൈലേജും കിട്ടും, അത്യാവശ്യം ഉപയോഗിക്കാനുള്ള ഒരു ഓട്ടോമാറ്റിക് വാഹനവുമാകും. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.